ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഒരു അടിപൊളി ചോക്ലേറ്റ് പുഡിംഗാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഈ പുഡിംഗ് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. സെറ്റായി കിട്ടുന്നതിന് വേണ്ടി നമ്മളിതിലേക്ക് ചൈന ഗ്രാസോ ജെലാറ്റിനോ ഒന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപ് ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഒരു ലൈക്ക് തരാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഞാൻ ലിഷ, വെൽക്കം ടു മൈ ചാനൽ ദ കോഫി മഗ്. ചോക്ലേറ്റ് പുഡിംഗ് ഉണ്ടാക്കുന്നതിന് ആദ്യം കുറച്ച് ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. അതിനായി ഒരു ബൗളിലേക്ക് അളവ് കപ്പിന് 1/3 കപ്പ് കൊക്കോ പൗഡർ, 1/2 കപ്പ് കോൺഫ്ലോർ, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇവ മൂന്നും കൂടി അരിച്ചെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാൻ വേണ്ടിയാണ് അരിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായി ഇതിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് പാല്, അതായത് 500 ml ഒഴിച്ചു കൊടുത്ത് വിസ്ക് വെച്ച് നന്നായി യോജിപ്പിച്ചെടുക്കണം. പാല് മൊത്തം ഒരുമിച്ച് ഒഴിക്കരുത് കേട്ടോ. കുറച്ച് ഒഴിച്ചു കൊടുത്ത് കട്ടകളൊന്നുമില്ലാതെ യോജിപ്പിച്ചതിന് ശേഷം ബാക്കി ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ ഈ പുഡിങ്ങിലേക്ക് ഞാൻ മൊത്തം ചേർക്കുന്നത് 1 ലിറ്റർ പാലാണ്. അതും ഫുൾ ഫാറ്റ് മിൽക്കാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള പാല് കുക്ക് ചെയ്യുന്നതിന് മുൻപ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കട്ടകളൊന്നുമില്ലാതെ നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോഫിയും കൂടി ചേർത്ത് കൊടുക്കണം. അതിന് ഒരു ചെറിയ ബൗളിലേക്ക് 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 1/4 കപ്പ് ചൂടുള്ള പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കണം. ചൂടുപാൽ തന്നെ ഉപയോഗിക്കണം കേട്ടോ, അല്ലെങ്കിൽ കോഫി പൗഡർ അലിയാതെ കട്ടകളായി കിടക്കും. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ബ്രൂ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. അതുപോലെ തന്നെ 1 ലിറ്റർ പാലിൽ നിന്ന് 1/4 കപ്പ് മാറ്റി വെച്ചതാട്ടോ ഈ പാല്. ഇതിലേക്ക് കോഫി ചേർക്കുമ്പോൾ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ കുറച്ചുകൂടി മുന്നോട്ട് നിൽക്കും. ഇത് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇതിനി നമുക്ക് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നന്നായി മിക്സ് ചെയ്ത് പഞ്ചസാരയും കൂടി മെൽറ്റാക്കി എടുക്കണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുക്ക് ചെയ്യാനായി സ്റ്റൗവിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു സോസ് പാനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് മിക്സ് അരിച്ചൊഴിക്കാം. കട്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റുന്നതിന് വേണ്ടിയാണ് അരിച്ചൊഴിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള 1/2 ലിറ്റർ പാലും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി തീ ഓണാക്കി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് കുക്ക് ചെയ്യണം. കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കണേ. കോൺഫ്ലോറും കൊക്കോ പൗഡറും ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ കട്ട കെട്ടാനും അടിയിൽ പിടിക്കാനും സാധ്യതയുണ്ട്. നമുക്കിവ നന്നായി കുക്ക് ചെയ്ത് കുറുകി തിളച്ച് വരുന്ന സമയം വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ചോക്ലേറ്റ് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ കുറേ നല്ല കുക്കീസിൻ്റെയും കേക്കുകളുടെയും ഡ്രിങ്ക്സിൻ്റെയും ഒക്കെ റെസിപ്പീസ് ഞാൻ നേരത്തെ നമ്മുടെ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവയുടെ ലിങ്ക് ഐക്കാർഡിലും എൻ സ്ക്രീനിലും കൊടുത്തേക്കാം. സമയമുള്ളപ്പോൾ നിങ്ങളൊന്ന് കാണുകയും ഉണ്ടാക്കി നോക്കുകയും ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇപ്പോൾ നമ്മുടെ ഈ മിക്സ് നന്നായി കുക്കായി കുറുകി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 9 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. തിളയൊക്കെ വരുന്നുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് ചെറിയ പീസുകളാക്കിയ 1 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡാർക്ക് കോമ്പൗണ്ടാണ്. 170 ഗ്രാം തൂക്കമുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1/3 കപ്പ് വിപ്പിംഗ് ക്രീമും 1 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ചോക്ലേറ്റും ബട്ടറും നന്നായി മെൽറ്റായി കിട്ടണം. തുടർച്ചയായി ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് തീ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ചോക്ലേറ്റും ബട്ടറും മെൽറ്റായി വന്നതിന് ശേഷം വീണ്ടും ഇവ കുറുക്കിയെടുക്കണം. ഈ സമയത്തും തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ട് മിക്സ് തിക്കാക്കിയെടുക്കാം. ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും ചേർത്ത് കൊടുത്ത് 5 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും മിക്സ് നന്നായി തിക്കായി വരും. നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നും ഇളക്കാനായിട്ട്. ഇപ്പോൾ ഈ മിക്സ് കുറുകി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. എസൻസ് ചേർത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇവ ഇനി ഉടൻ തന്നെ ചൂടോടുകൂടി ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കണം, സെറ്റായി കിട്ടുന്നതിന് വേണ്ടി. ഞാനിവിടെ 2 ചെറിയ ഗ്ലാസ് ബൗളിൽ ബട്ടർ തൂത്തെടുത്തിട്ടുണ്ട്. പുഡിംഗ് മിക്സ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
തീയിൽ നിന്ന് എടുത്ത ഉടൻ തന്നെ ബൗളിലേക്ക് പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അവിടെ തന്നെ ഇരുന്ന് സെറ്റായി പോകും. രണ്ടാമത്തെ ബൗളിലേക്കും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇവ ചൂടാറുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇവ ചൂടാറിയതിന് ശേഷം കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും തണുത്ത് സെറ്റാവുന്നതിന് വേണ്ടി ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. ഫ്രീസറിൽ വെക്കേണ്ട കേട്ടോ. ഞാനിവിടെ ഓവർനൈറ്റാണ് വെക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് പുഡിംഗ് നന്നായി തണുത്ത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മിൽക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും ഗ്രേറ്റ് ചെയ്തത് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് പുഡിംഗ് എങ്ങനെ സെറ്റായി കിട്ടിയെന്ന് നോക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ടേസ്റ്റും സൂപ്പറാണ്. ചോക്ലേറ്റ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയത് നിങ്ങളുടെ എന്നെയൊന്ന് അറിയിക്കണേ. ഞാനിവിടെ കുറച്ച് ആരോ റൂട്ട് ബിസ്ക്കറ്റ് ചെറിയ പീസുകളായി പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ പുഡിങ്ങിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. നിങ്ങൾ പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു കോമ്പിനേഷനാണിവ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്